കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ട് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തായിരുന്നു. അപ്പോൾ അതൊന്ന് ബാക്കിയായിട്ട്, അപ്പോൾ അത് നോക്കിയിട്ടേ ഇത് നോക്കാവും, നോക്കിയാലും അത് മനസ്സിലാവും. ഇത് ആവറേജ് ഫ്രിക്ഷൻ ഫാക്ടർ നമ്മൾ ഫാൻ ഓഫ് ഫ്ലോ നോക്കുന്നുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇത് ആവറേജ് ഫ്രിക്ഷൻ ഫാക്ടർ ഓഫ് എ 25 millimeter diameter 12 millimeter long pipe ഈസ് 0.004 എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കൊരു പൈപ്പുണ്ട്. അപ്പോൾ ഫ്രിക്ഷൻ ഫാക്ടർ തന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് എ ഫാൻ ഓഫ് ഫ്ലോ. ഇപ്പോൾ പൈപ്പ് ഇൻസുലേറ്റഡ് ആണ്. ആൻഡ് the diameter of the pipe is D equals 25 mm and 12 meter long. That is length of the pipe L is equal to 12 meter. നമ്മൾ ലെന്ത് കണ്ടുപിടിക്കാൻ പഠിച്ചായിരുന്നു അല്ലേ നേരത്തെ. ലെന്ത് ഓഫ് ദ പൈപ്പ് 12 meter. The condition of air at entry are 2 bar and 300 Kelvin. ഇപ്പോൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ P1 എന്ന് പറയുന്നത് 2 bar ആണ്. ടെമ്പറേച്ചർ T1 എന്ന് പറയുന്നത് 300 Kelvin ആണ്. ഡിറ്റർമൈൻ ദ മാസ് ഫ്ലോ റേറ്റ്. നമുക്ക് എം കണ്ടുപിടിക്കണം, എം ഡോട്ട് കണ്ടുപിടിക്കണം, റേറ്റാണ്. പ്രഷർ ടെമ്പറേച്ചർ അറ്റ് എക്സിറ്റ് ആൻഡ് ദ മാക് നമ്പർ അറ്റ് എക്സിറ്റ്. മാക് നമ്പർ അറ്റ് എക്സിറ്റും കണ്ടുപിടിക്കണം. ആൻഡ് ഇഫ് ദ മാക് നമ്പർ അറ്റ് ഇൻലെറ്റ് ഈസ് 0.25. ഇപ്പോൾ M1 എന്ന് പറയുന്നത് എന്താണ് 0.25 ആണ്. എക്സിറ്റ് മാക് നമ്പർ ഞാൻ M2 എന്ന് എടുത്തു. ടു ഫൈൻഡ് M2. പിന്നെ പ്രഷറും ടെമ്പറേച്ചറും P2 കണ്ടുപിടിക്കണം, T2 കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഒരു സോണിക് കണ്ടീഷൻ ഇത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് ദ മാക്സിമം ലെങ്ത്. അപ്പോൾ നമ്മൾ സപ്പോസ് ഈ M1 എന്ന് പറയുന്നത് ആക്ച്വലി ഈക്വൽ ടു 0.25 ആണ്. അപ്പോൾ ഈ M1 എന്ന് പറയുന്ന ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്കൊരു സോണിക് കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്ന, സപ്പോസ് ഞാൻ ഈ ഒരു പൈപ്പിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. മാക്സിമം ലെങ്ത് ഓഫ് ദ പൈപ്പ് ഇവിടെ ഇത്രയാണെന്ന് പറയുന്നത്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത് സ്റ്റാർ ആവും, അഥവാ മാക് നമ്പർ 1 ആവുന്ന കണ്ടീഷനാവും. ഇവിടെ മാക് നമ്പർ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അവിടുത്തെ P എന്ന് പറയുന്ന പ്രഷർ P സ്റ്റാർ ആവും, ടെമ്പറേച്ചർ T സ്റ്റാർ ഒക്കെ ആവും. അപ്പോൾ ഞാൻ പറയുന്നു, അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെന്തിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, L max 1 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ മാക് നമ്പർ M2 ആണ്. അപ്പോൾ M2 വെച്ചിട്ട് നമുക്കൊരു L max കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ലെന്ത് എവിടെ നിന്ന് ഇതുവരെയുള്ളതായിരിക്കും, M2 മുതൽ നമ്മുടെ മാക് നമ്പർ 1 ആവുന്ന വരെയുള്ളതാണ് L max 2 എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തത് എന്താണ്, ഈ ലെന്ത് ഓഫ് ദ പൈപ്പ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്, ലെന്ത് ഓഫ് ദ പൈപ്പ് ഈസ് ഈക്വൽ ടു L max 1 മൈനസ്, അതായത് ഇവിടുത്തെ മാക് നമ്പർ വെച്ച് നമ്മൾ L max 1 കണ്ടുപിടിക്കും, എക്സിറ്റ് മാക് നമ്പർ വെച്ച് L max 2 കണ്ടുപിടിക്കും. എന്നിട്ട് L കണ്ടുപിടിക്കും. L max 1 നിന്ന്, അതായത് ഇത്രയും ലെന്തിൽ നിന്ന് L max 2 നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ വീഡിയോ കണ്ടാലേ ഇത് കറക്റ്റ് മനസ്സിലാവും. ആ വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ കാര്യം. L തന്നിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റിലേഷൻ എഴുതി നോക്കിയത്. നമുക്കറിയാം, നമുക്ക് ഡേറ്റാ ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടും, നമ്മളെല്ലാം ചെയ്യുന്നത് ഡേറ്റാ ബുക്ക് ബേസ് ചെയ്താണ്. അപ്പോൾ ഫാൻ ഓഫ് ഫ്ലോയിൽ 1.4 നമുക്ക് 4FL max by D എന്ന് പറയുന്ന ഒരു വാല്യൂ ഡേറ്റാ ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് ഇതിനെല്ലാം 4FL max by L by D എന്ന് പറയുന്ന 4F by D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും 4F by D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും 4F by D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകത ഞാൻ ഇത്തി വലുതാക്കി എഴുതാം. 4FL by D is equal to 4FL max 1 by D എന്ന് പറയുന്നത് ഈ ഒരു സാധനം കിട്ടും. ഇത് ആക്ച്വലി എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടായിരുന്നു നമ്മൾ നോക്കിയിരുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. അതായത് L max 1 എന്ന് പറയുന്നത് മാക് നമ്പർ 1 കറസ്പോണ്ടിങ് ആണ്, ദാറ്റ് ഈസ് M1. ആ M1 എന്ന് പറയുന്നത് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്, 0.25 ആണെന്ന് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മൈനസ് ഇവിടെ 4FL max 2 by D. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഡേറ്റാ ബുക്കിൽ നോക്കണമെങ്കിൽ L max 2 എന്ന് പറഞ്ഞാൽ M2 മുതൽ അതുവരെയുള്ള എന്താണ്. അപ്പം ഡേറ്റാ ബുക്കിൽ നോക്കുമ്പോഴത്തേക്ക് മാക് നമ്പർ M2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഉള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറായി. നോക്കി, F എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, F ഈസ് ഈക്വൽ ടു തന്നിട്ടില്ലേ, 0.004. F ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ആവറേജ് ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ്, ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 0.004 എന്ന് തന്നിട്ടുണ്ട്. F ഈസ് ഈക്വൽ ടു 0.004. അതായത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേറെ ഡേറ്റാ ബുക്കിൽ നിന്നൊന്നും കണ്ടുപിടിക്കാനൊന്നുമില്ല. കാര്യം വി ആർ ഹാവിങ് ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ പൈപ്പ് L 12 ആണ്. അപ്പോൾ ഇതിൽ എല്ലാ പാരാമീറ്റേഴ്സും ഉണ്ട്. നമുക്ക് 4ൻ്റെ സ്ഥലത്ത് 4 തന്നെയാണ്, Fൻ്റെ സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം, 0.004 കൊടുക്കാം, ഡിവൈഡ് ബൈ Lൻ്റെ സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം, വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 12 ഡിവൈഡ് ബൈ D. ഡയമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ ക്യാപിറ്റൽ D ആണ്. Diameter equal to 25 mm, that is
എന്ത് വരും 0.25 വിച്ച് ഇസ് ഈക്വൽ ടു ഈ വാല്യൂ എവിടെ നിന്ന് കിട്ടും? അതാണ് നമ്മുടെ ഡേറ്റ ബുക്ക് മാക് നമ്പർ 0.25 കറസ്പോണ്ട് ചെയ്ത് നോക്കിയാൽ മതി. മാക് നമ്പർ എന്ന് പറയുന്നത് ഗാമ 1.4 ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 0.25 അല്ലേ, 25 26 അടയ്ക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടി നേരെ എവിടെ പോവുക? വി വിൽ ബി ഗെറ്റിംഗ് എ പർട്ടിക്കുലർ വാല്യൂ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സപ്പോസ് ഞാൻ പറയുന്നത് 8.5 ആണെന്ന് പറയും. ഇപ്പോൾ ആവറേജ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 0.25 സോറി 8.5 അല്ല 0.85 ആണ്, സോറി 8.5. അപ്പോൾ 8.5 ആണ് ഇതിന്. അപ്പോൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ 8.5 എന്ന് കൊടുക്കും. മൈനസ് ഇതിന് നമുക്ക് അതേപോലെ ഇട്ടേക്ക് തന്നെ നിർവാഹമുള്ളൂ. കാര്യം നമുക്ക് ഈ ഒരു ടേം പോലെ നമുക്ക് മാക് നമ്പർ ഇല്ലാത്തതുകൊണ്ട് 4f Lmax/d ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും നമുക്ക് നിർവാഹമില്ല. Lmax2 ഇല്ല. ഇപ്പോൾ M2 ഇതേപോലെ ഇട്ടേക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിയേ, ഈ ഒരു ടേം ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു ടേമിന് നമുക്കൊരു വാല്യൂ കിട്ടത്തില്ലേ? അപ്പോൾ ഇതെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ വി വിൽ ബി ഗെറ്റിംഗ് എ പർട്ടിക്കുലർ വാല്യൂ ഫോർ ദിസ് എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് 4f Lmax2/d at a particular Mach number M2 is equal to, we will be getting a particular value and it is actually 0.85. So 0.85 4f Lmax/d യുടെ 0.85 എന്ന് പറയുന്ന വാല്യൂ എനിക്കിവിടെ ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് എന്ത് നോക്കിയാൽ മതി? മാക് നമ്പർ എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഈ 4f Lmax/d ആണ് ഇതായി കിടക്കുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് 0.85 ആണ്. 0.85 0.9 0.7 ഇടയ്ക്ക് നിൽക്കും. അപ്പോൾ ഇതിനിടയ്ക്കുള്ള 0.53 എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മാക് നമ്പർ എന്ന് പറയുന്നത് M2 എന്ന് പറയുന്നത് 0.53 എന്നിട്ട്. ഇത് ബാക്കി ഞാൻ പറയേണ്ട കാര്യമില്ല. യു ക്യാൻ സിംപ്ലി ഫൈൻഡ് എന്താണ് മാക് നമ്പർ M2 കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് P2 ആൻഡ് T2 ബൈ യൂസിങ് ദ പ്രോപ്പർട്ടി റിലേഷൻസ്. നമുക്ക് എന്താണ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. P1/P2 എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മൾ നോക്കും എങ്ങനെയാണ് നമ്മൾ P1ൻ്റെ Pയുടെ റേഷ്യോ. ഇൻ ഫാനോ ടേബിൾ വി ആർ ഹാവിങ് P/P സ്റ്റാർ വാല്യൂ. ഇപ്പോൾ P/P സ്റ്റാർ ഉള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം P1/P സ്റ്റാർ എന്ന് എഴുതാം. പക്ഷേ ആ വാല്യൂ എന്തിന് കറസ്പോണ്ടിങ് മാക് നമ്പർ M1ന് കറസ്പോണ്ടിങ് നോക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു 0.25 ഡിവൈഡ് ബൈ P2/P സ്റ്റാർ എന്ന് എഴുതാം. അതിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? മാക് നമ്പർ M2 ഈസ് ഈക്വൽ ടു 0.53. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഈ രണ്ട് വാല്യൂസും നമുക്ക് ഡേറ്റ ബുക്കിൽ നിന്ന് കിട്ടും. P1 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് P2. ഇതേ സാധനം തന്നെ നമുക്ക് എന്തിൽ ഉപയോഗിക്കാം? T1/T2 ഉപയോഗിക്കാം. ഹിയർ T ആയിട്ടുള്ള റേഷ്യോ എന്താണ്? T/T സ്റ്റാർ. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം T1/T സ്റ്റാർ ഡിവൈഡഡ് ബൈ T2/T സ്റ്റാർ. അപ്പോൾ ഇത് നോക്കേണ്ടത് T1/T സ്റ്റാർ ആയതുകൊണ്ട് മാക് നമ്പർ M1ന് കറസ്പോണ്ടിങ് നോക്കണം, ഇത് M2ന് കറസ്പോണ്ടിങ് നോക്കണം. ഇത് 0.25 എന്നുണ്ട്, ഇത് 0.53 എന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് ഡേറ്റ ബുക്കിൽ നിന്ന് മാക് നമ്പർ നോക്കി ഡേറ്റ ബുക്കിൽ നിന്ന് T/T സ്റ്റാറിൻ്റെ വാല്യൂസ് രണ്ട് സ്ഥലത്തും കിട്ടും. ഫ്രം ദാറ്റ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് T2. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ ആദ്യത്തെ ആ ഒരു സംഭവം മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത വേറൊരു ചെറിയൊരു വ്യത്യാസമുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. എയർ അറ്റ് ഇൻലെറ്റ് ടു ആൻ ഇൻസുലേറ്റഡ് കോൺസ്റ്റന്റ് ഏരിയ ഡക്ട്. ഇപ്പോൾ ഇൻസുലേറ്റഡ് ആണെന്ന് പറയുമ്പോൾ റെയിലേ അല്ല എന്ന് ആലോചിക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കണം ഇതൊരു ഫാനോ ഫ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻസുലേറ്റഡ് ആണ്, കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് ആകുമ്പം ഇതൊരു ഫാനോ ഫ്ലോ കണ്ടീഷനാണെന്ന് നമ്മൾ ഇത് ചെയ്യണം. അപ്പോൾ ഇതിനൊരു ഇൻലെറ്റൊക്കെ ഉണ്ടാകും. ഇൻസുലേറ്റഡ് അപ്പം ഡക്റ്റ് വിത്ത് ഡയമീറ്റർ D ഈസ് ഈക്വൽ ടു 160 millimeter, 0.16 meter, has a Mach number of 0.36. ഇൻലെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക് നമ്പർ M1 എന്ന് പറയുന്ന സെക്ഷനിൽ വി ആർ ഹാവിങ് ദ മാക് നമ്പർ M1 ഈസ് ഈക്വൽ ടു 0.36. ദ മീൻ ഫ്രിക്ഷൻ ഫാക്ടർ ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു 0.0025. വാട്ട് ലെങ്ത് ഓഫ് ദ പൈപ്പ് വുഡ് ഗിവ് എ 10%. ഇത് പറഞ്ഞാൽ മനസ്സിലായി. ഇത് വേറൊരു രീതിയിലുള്ള ഒരു ഡേറ്റ ഗിവിങ് സംഭവമാണ്. നമുക്ക് പല രീതിയിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ മാക് നമ്പറോ മിസ്സിംഗ് ഡേറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സാധനം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ടിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെൻറ്റൻസ് ആണ്. ബാക്കിയെല്ലാം പഴയ പോലെയൊക്കെ തന്നെയാണ്. നമ്മൾ പഴയ പോലെ തന്നെ പോലെ തന്നെ. വാട്ട് ഈസ് എ മാക് നമ്പർ അറ്റ് ദ കറസ്പോണ്ടിങ് എക്സിറ്റ് സെക്ഷൻ. അപ്പോൾ എക്സിറ്റ് സെക്ഷനിലെ മാക് നമ്പർ കണ്ടുപിടിക്കണം. ഫ്രം സെക്കൻഡ് സെക്ഷൻ വി ഹാവ് ടു ഫൈൻഡ് മാക് നമ്പർ അറ്റ് എക്സിറ്റ് സെക്ഷൻ T2. ഞാൻ ആ സെൻറ്റൻസിലേക്ക് വരാം കേട്ടോ, അതോടെ നിൽക്കട്ടെ. M2 കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ മാക് നമ്പർ അറ്റ് ദ കറസ്പോണ്ടിങ് എക്സിറ്റ് സെക്ഷൻ ആൻഡ് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ. സ്റ്റാഗ്നേഷൻ പ്രഷർ അറിയാലോ, അതായത് സ്റ്റാഗ് പ്രഷർ ഞാൻ ചെറുതായിട്ട് ചുരുക്കി എഴുതിയതേ ഉള്ളൂ. സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ P01 P02 അങ്ങനെയുള്ള സാധനം. ഇവിടെ കോൺസ്റ്റൻ്റ് അല്ല, ഫാനോ ഫ്ലോയിൽ കോൺസ്റ്റൻ്റ് അല്ലാത്ത പ്രഷറാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ. ഇഫ് ദ ഫ്ലോ കണ്ടിന്യൂസ് ടു സോണിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലോ നമുക്ക് സോണിക് കണ്ടീഷനിൽ വരെ പോവുകയാണെങ്കിൽ ഇത് ഇത്ര Lmax ആണ് നമുക്കറിയാം. അപ്പോൾ സോണിക് കണ്ടീഷൻ പോവുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എക്സിറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ മാക് നമ്പർ എന്ന് പറയുന്ന 1 ആവും. M സ്റ്റാർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടുത്തെ പ്രോപ്പർട്ടി P സ്റ്റാർ ആയിരിക്കും, പ്രഷർ ടെമ്പറേച്ചർ C സ്റ്റാർ ആയിരിക്കും.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റാർ ഇട്ട് ഡിനോട്ട് ചെയ്തുകൊണ്ട് നമുക്കിനി പി സ്റ്റോറോ സ്റ്റാർ എന്ന് പറയാം ഇവിടുത്തെ സ്റ്റാഗ്നേഷൻ പ്രഷർ. ഇൻലെറ്റിലെ സ്റ്റാഗ്നേഷൻ പ്രഷർ P1 ആയതുകൊണ്ട് നമ്മൾ P01 എന്ന് പറയാം. അപ്പോൾ പെർസെൻറ്റേജ് ലോസ് കണ്ടുപിടിക്കാൻ ഇതിനുള്ള മൈനസ് ചെയ്ത് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് വേണ്ടത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. വാട്ട് ലെങ്ത് ഓഫ് ദി പൈപ്പ് വുഡ് ഗിവ് എ 10% ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതുവരെ ഇല്ല. ആക്ച്വലി 1 to 2 ആണ് നമ്മളെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ ലെന്ത് ഉണ്ടാവും. വാട്ട് ലെന്ത്, ഈ ലെന്ത് എനിക്ക് കണ്ടുപിടിക്കണം. പക്ഷേ അതിന് വേണ്ടിയിട്ടാണ് ഈ സെൻറ്റൻസ് വന്നത്. ദിസ് ലെന്ത് വിൽ ബി ഗിവിങ് 10% ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ. സ്റ്റാഗ്നേഷൻ പ്രഷറിൽ ഈ ഒരു ലെന്ത് തരുന്നത് 10% ലോസ് ആണ്. ദാറ്റ് മീൻസ് ഇല്ലറ്റിലെ സ്റ്റാഗ്നേഷൻ പ്രഷർ P01 ഇവിടുത്തെ എക്സിറ്റ് കണ്ടീഷൻ 2 ആണ്. എക്സിറ്റ് കണ്ടീഷനിലെ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത് P02. ഇതൊക്കെ പിന്നെ വരുന്ന കാര്യങ്ങളാണ്. ഇവിടെ നിൽക്കട്ടെ, P01 എക്സിറ്റ് P02 ആണെങ്കിൽ പെർസെൻറ്റേജ് ലോസ് എന്ന് പറയുന്നത് എത്രയാണെന്ന്, ഈ പ്രഷറിനുണ്ടാകുന്ന പെർസെൻറ്റേജ് ലോസ് 10% ആണ് തന്നിട്ടുണ്ടോ, പെർസെൻറ്റേജ് ലോസ് ആണ്. അപ്പം നമുക്ക് പ്രഷർ കുറവായിരിക്കും അവിടെ സംഭവിക്കുന്നത്. P01 മൈനസ് P02 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രഷർ കിട്ടും, പ്രഷർ ലോസ് കിട്ടും. അതിന് പെർസെൻറ്റേജ് ലോസ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ലെങ്ത് ഓഫ് ദ പൈപ്പ് വുഡ് ഗിവ് 10% ലോസ്. അപ്പോൾ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടിയിട്ട് അതിനെ ഏറ്റവും വലുതുകൊണ്ട്, അതായത് P01 കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഒന്നുകൂടെ ആലോചിച്ചോളാം. ലോസ് ഇൻ പ്രഷർ എന്ന് പറയുന്നത് ലോസ് ഇൻ ചെറിയ പ്രഷറല്ല, ലോസ് ഇൻ ഏതെങ്കിലും പ്രഷറല്ല, പറഞ്ഞിരിക്കുന്നത് സ്റ്റാഗ്നേഷൻ പ്രഷറാണ്. അപ്പോൾ ഇൻലെറ്റിലെ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ P01 എക്സിറ്റിലെ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ P02 ആണ്. അപ്പോൾ ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ P01 മൈനസ് P02 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞെടുക്കാം. പക്ഷേ അത് പെർസെൻറ്റേജ് ലോസ് ആണെന്നിരിക്കുന്നത് 10%. അപ്പോൾ അതിനെ നമ്മൾ വലുത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നാലേ പെർസെൻറ്റേജ് കിട്ടത്തുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു 10%. 10% നമ്മളിപ്പോൾ 100 കൊണ്ട് ഇത് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, എങ്ങനെ എടുക്കാം, 0.10 എന്ന് എടുക്കാം. 10%നെ നമ്മൾ എന്ത് ചെയ്യും, 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പെർസെൻറ്റേജ് കൺവേർഷൻ നടത്തി. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നിന്ന് P01 ഇത് രണ്ടിനും കൊടുത്താൽ P01 ബൈ P01 മൈനസ് P02 ബൈ P01 വിച്ച് ഇസ് ഈക്വൽ ടു 0.1 എന്ന് കിട്ടൂലേ. ഇവിടെ 1 മൈനസ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, 1 മൈനസ് P02 ബൈ P01 ഈസ് ഈക്വൽ ടു 0.1 എന്ന് കിട്ടില്ലേ. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, P02 ബൈ P01 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വാല്യൂ കിട്ടും, 0.9 എന്ന് കിട്ടും. അപ്പുറത്തോണ്ട് പോവാം, ഇതങ്ങ് അപ്പുറത്തോണ്ട് പോവാം, 0.9 കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കിനി മാക് നമ്പർ കണ്ടുപിടിക്കാം. M1 തന്നിട്ടുണ്ട്, M2 അറിയാമെങ്കിൽ ബാക്കി സാധനങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ആണല്ലോ. അപ്പോൾ M2ന് വേണ്ടിയിട്ട് നമുക്ക് ഈ മാക് നമ്പർ, മാസ് ഫ്ലോ റേറ്റോ എന്തോ, P1 P2 P3 എന്ത് വേണോ ചോദിക്കാം. P3 അല്ല, P1 ചോദിക്കാം, P2 ചോദിക്കാം, P1 എന്നിട്ട് P2 കണ്ടുപിടിക്കാൻ പറയാം, T1 എന്നിട്ട് T2 കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പറയാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ മാക് നമ്പറിലേക്ക് വരുമെന്നുള്ളത് നമുക്ക് രണ്ട് പ്രോപ്പർട്ടി നമ്മൾ ഓർമ്മയില്ലേ, നേരത്തെ ക്വസ്റ്റ്യനിൽ A1/A2 ഈസ് ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ വാല്യൂ നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഒരു മിസ്സിംഗ് മാക് നമ്പർ കണ്ടുപിടിച്ചത് M1 ഉണ്ടെങ്കിൽ M2 കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ M2 ഉണ്ടെങ്കിൽ M1 കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് ഓർമ്മേണ്ട. ഐസൻട്രോപിക്കിലാണ് ഇത് ചെയ്തത്. A1/A2 ഇവിടെ A കോൺസ്റ്റൻ്റ് ആണ്, അങ്ങനെ ഒരു സാധനം കാണാം. അപ്പോൾ അതേ ഇതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടി റിലേഷൻ എന്ന് പറയുന്നത് P02 ഇവിടെ അതിന് പകരം രണ്ട് പ്രോപ്പർട്ടി P02 ബൈ P01 ആണ് നമുക്ക് കിട്ടിയത്. അത് നോക്കി, ഈ 0 വെച്ച് എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് നോക്കി ഉണ്ട്. P0 ബൈ P0 സ്റ്റാർ, അതായത് ഒരു കോൺസ്റ്റൻ്റ് ആണ് P0 സ്റ്റാർ. P0 സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് മാക് നമ്പർ 1 ആവുന്ന സ്ഥലത്തെ പ്രഷർ. അത് സ്റ്റാഗ്നേഷൻ പ്രഷർ ഡിഫറൻറ്റ് ആണെങ്കിൽ കൂടി മാക് നമ്പർ 1 ആവുന്ന സ്ഥലത്ത് ഒരു പ്രഷർ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഇവിടുത്തെ പ്രഷറാണ് P0 സ്റ്റാർ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട്. ഈ P0 സ്റ്റാർ എത്രയാണ്, അതിൻ്റെ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ ആണ് നമുക്ക് ലെന്തും കണ്ടുപിടിക്കണം. അപ്പോൾ M2 അറിയാമെങ്കിൽ നമുക്ക് വി ക്യാൻ ഈസിലി ഫൈൻഡ് ദ ലെന്ത് ഓഫ് ദ പൈപ്പ്. അതായത് M1 അറിയാം, M2 അറിയാം. M2 അറിയാമെങ്കിൽ നമുക്ക് വി ക്യാൻ ഫൈൻഡ് ദ ലെന്ത്. അപ്പോൾ വാട്ട് ഈസ് ദ ലെന്ത് ഓഫ് ദ പൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ M2 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നേരത്തെ സെയിം ക്വസ്റ്റ്യൻ ആയി. അത് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലെന്ത് കണ്ടുപിടിക്കാം. പിന്നെ ഈ ഫൈനൽ ക്വസ്റ്റ്യൻ്റെ കാര്യം കൂടെ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മാക് നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ P0 ബൈ P0 സ്റ്റാർ കിടക്കണം കേട്ടോ ഫാനോട്ട് ടേബിളിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, P02 ബൈ P01 ഈസ് ഈക്വൽ ടു P02 ബൈ P0 സ്റ്റാർ ഡിവൈഡ് ബൈ P01 ബൈ P0 സ്റ്റാർ. കാര്യം അതുകൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നു, വാല്യൂ നമുക്ക് എടുക്കാമെന്നുള്ളതുകൊണ്ട്. കാര്യം ഇത് രണ്ടും വെട്ടിപ്പോവും. അപ്പോൾ ഇത് നോക്കുന്നത് മാക് നമ്പർ എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടും M2ന് കറസ്പോണ്ടിങ്ങും, ഇത് മാക് നമ്പർ M1ന് കറസ്പോണ്ടിങ്. M1 ഇവിടെ തന്നിട്ടുണ്ട് 0.36 എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് P02 ബൈ P01 എത്രയെന്നറിയാം, 0.9 എന്നറിയാം. ദാറ്റ് ഈസ് 0.9 ഈക്വൽസ് നമുക്ക് എന്താണ് ഇവിടുത്തെ വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാ, P02 ബൈ P0 സ്റ്റാർ അറ്റ് മാക് നമ്പർ M2 ഡിവൈഡ് ബൈ ഇതിൻ്റെ വാല്യൂ 0.36 നോക്കിയാൽ പോരെ. 0.36 നോക്കുക, 0.36 P ബൈ P0 ബൈ P0 സ്റ്റാർ എന്ന് പറഞ്ഞാൽ 1.736. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, P02 ബൈ P0 സ്റ്റാർ അറ്റ്
മാക് നമ്പർ M2 we will be getting a particular value. അത് നമുക്ക് ഒരു വാല്യൂ ഇത് നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഞാൻ എത്രയെന്ന് പറയാം, = 1.56. ഓക്കെ, 56 സംതിങ് 5622. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 1.5632 നമുക്ക് ഇനി അടുത്ത നമുക്ക് പീസ്, അപ്പം നമുക്ക് P0/P* കിടപ്പുണ്ട്. അതായത് P0/P* 1.56 എവിടെ വരുന്നു നോക്കാം. 1.56 വരുന്നത് 59, ഇത് 52, 59. അപ്പോൾ ഇതിനിടയ്ക്ക് വരും 0.41. അപ്പോൾ അങ്ങനെയാണെങ്കിൽ M2 എന്ന് പറയുന്നത് which is equal to 0.41 എന്ന് കിട്ടും. 0.41 കറസ്പോണ്ടിങ് അല്ലേ P0/P* ഇത്രയും കിടക്കുന്നു. അപ്പോൾ അതിന് നേരെ തിരിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് മാക് നമ്പർ M2 ഉണ്ട്. നമുക്ക് ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇനി ലെന്ത് കണ്ടുപിടിക്കുകയല്ല, ലെന്ത് ഓഫ് ദ പൈപ്പ് അറിയാം. L = Lmax1 മൈനസ്, ഇത് ഞാൻ വീണ്ടും പറയുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല, കാര്യം എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ ചെയ്താണ്. Lmax1 എങ്ങനെ വരുന്നു എന്നുള്ളത് വേണമെങ്കിൽ അത് നോക്കാം. ഇനി അടുത്തുള്ളതെന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ മാക് നമ്പർ അറ്റ് കറസ്പോണ്ടിങ് എക്സിറ്റ് M2 നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ലെന്ത് കണ്ടുപിടിച്ചു. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ ഇഫ്. അപ്പോൾ ഇത് എക്സിറ്റ് ആണ്. ഇനി സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് കണ്ടുപിടിക്കണം. ഇഫ് പെർസെൻറ്റേജിൽ ഇഫ് ദ ഫ്ലോ എക്സ്റ്റെൻഡ്സ് ടു സോണിക്. അപ്പോൾ സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്? നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് കണ്ടീഷൻ സോണിക് ആവുകയാണെങ്കിൽ, ഇൻലെറ്റിൽ P01 നിന്ന് എക്സിറ്റ് സോണിക് ആവുകയാണെങ്കിൽ അത് P0* ഡിവൈഡഡ് ബൈ P01 ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ലോസ് കിട്ടും. അപ്പോൾ ഈ P0* എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് P02/P0* ഇതുണ്ടല്ലോ. P02 നമുക്ക് ഇവിടെ എത്രയെന്നുണ്ട് തന്നിട്ടുണ്ടോ? അല്ല, P02 കണ്ടുപിടിക്കണം. P02 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷറായിട്ട് P02 കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ? P01 കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ, അല്ലെങ്കിൽ P02 കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ എന്നൊന്ന് നോക്കുക. അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിലോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ P0 അല്ലെങ്കിൽ ഇതിരി കടുപ്പമാണ്. അതായത് P02 ആണെങ്കിൽ P1 വേണം, P01 വേണമെങ്കിൽ P1 വേണം. അപ്പോൾ അത് വേണ്ട, ഇതിനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. P01/P01 മൈനസ് P0*/P01. ഇതിൻ്റെ വാല്യൂ 1 ആണല്ലോ. 1 മൈനസ് P0*/P01. നമുക്ക് P0/P0* നമുക്ക് കിട്ടുമല്ലോ. അതിൽ നിന്ന് P0*/P01 എഴുതിക്കൂടെ. 1 ഈ വാല്യൂ നോക്കിയാൽ മതി, പ്രശ്നമല്ലോ. ഇതേ സാധനം തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, പക്ഷേ തിരിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 0.36 ആണെന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് മാക് നമ്പർ അറ്റ് എത്രയാണ്? M1 = 0.36 ആണ്. പക്ഷേ കിട്ടുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നത് P0/P0* ആണ്. അപ്പോൾ അത് തിരിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചോളണം. അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്താണോ അത് 1 ആ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. വി വിൽ ബി ഗെറ്റിംഗ് ദ പെർസെൻറ്റേജ് ലോസ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പ്രോബ്ലംസിലുള്ള സാധനങ്ങളാണ്. മൂവിങ് ഓൺ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പെട്ടെന്ന് തീർക്കാം. എല്ലാം ഒരേപോലത്തെ ക്വസ്റ്റ്യനാണ്. ആസ് ദ റിസൾട്ട് ഓഫ് ഫ്രിക്ഷൻ ദ എൻട്രോപ്പി, ഇത് സിമ്പിളാണ്, ഞാൻ ആദ്യം മാത്രമേ പറയത്തുള്ളൂ, ബാക്കി ചേർത്തോളണം. ദ എൻട്രോപ്പി അറ്റ് എ ഡൗൺ സ്ട്രീം സെക്ഷൻ ഓഫ് ആൻ ഇൻസുലേറ്റഡ് ഡക്റ്റ് ഇൻക്രീസസ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻട്രോപ്പിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് ചെയ്ത്, അപ്പോൾ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് പുതിയതായിട്ട് പഠിക്കുന്ന സാധനമാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. എൻട്രോപ്പി ചേഞ്ച്, എൻട്രോപ്പി ഇൻക്രീസ് ആയിരിക്കും ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം ഡ്യൂറിങ് ഫാൻ ഫ്ലോ. അപ്പോൾ S2 - S1, അതായത് ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ സെക്ഷൻ 2 ഉണ്ട്, അതിന് രണ്ടിനും ഇടയ്ക്കുള്ള എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് which is equal to R അറിയാം നിങ്ങൾക്ക് എന്താണ്. പക്ഷേ ഇവിടെ നമ്മൾ 287 ആണെന്നറിയാം. ഇൻറ്റു ലോഗ് എന്തെന്ന് വെക്കുക P01/P02. അതായത് ഇവിടെ ഒരു സ്റ്റാറ്റിക് പ്രഷർ ഉണ്ടാവും P1, അതിനെ കറസ്പോണ്ടിങ് സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത് P01 ആണ്. ഇവിടെ സ്റ്റാറ്റിക് പ്രഷർ ഉണ്ടാവും P2, അതിന് കറസ്പോണ്ടിങ് സ്റ്റാഗ്നേഷൻ പ്രഷർ P02. അപ്പോൾ ഇതാണ് വാല്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആസ് എ റിസൾട്ട് ഓഫ് ഫ്രിക്ഷൻ എൻട്രോപ്പി ഈസ് ഇൻക്രീസ്ഡ് ബൈ, അതായത് ഡൗൺ സ്ട്രീം എൻട്രോപ്പി ഇൻ ദ ഡൗൺ സ്ട്രീം ഈസ് ഇൻക്രീസ്ഡ് ബൈ 100 J/kg Kelvin. അപ്പോൾ 100 J/kg Kelvin ആണെങ്കിൽ S2 - S1 എന്ന് പറയുന്നതാണ് ജൂൾ. ആലോചിച്ചോളണം, ജൂളിലാണ് തന്നിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ R എന്ന് പറയുന്നത് എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, 287 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇത് കിലോ ജൂളിലാണെങ്കിൽ ഇത് ജൂളിലാക്കിയിട്ടേ ചെയ്യാവൂ. പിന്നെ ലോഗ് P01 എന്തുണ്ട്, ലോഗ് P01/P02. അപ്പോൾ ഇത്രയും ഇവിടെ കിടപ്പുണ്ട്. ഇത് വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് നേരത്തെ ചെയ്ത സെയിം സാധനം തന്നെയാണ്. മാക് നമ്പർ ബാക്കി നിങ്ങൾ വായിച്ച് നോക്കി ചെയ്തുകൊണ്ടാൽ മതി. ഇതിൽ നിന്ന് നമുക്ക് അറിയേണ്ട സാധനം എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ലോഗ് P01/P02 ഈസ് ഈക്വൽ ടു 100/287 എന്ന് കിട്ടും. പിന്നെ P01/P02 കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ആൻറ്റി ലോഗ് എടുത്താൽ മതി. നമുക്ക് എന്താണ് ആൻറ്റി ലോഗ് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ആൻറ്റി ലോഗ് എടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് P01/P02 ഈസ് ഈക്വൽ ടു, നോക്കട്ടെ, ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട് 1.4 ആണ്. ബാക്കി നേരത്തെ സെയിം ക്വസ്റ്റ്യൻ, അതായത് നേരത്തെ നമ്മൾ ചെയ്തത് P01/P02 വേറൊരു രീതിയിലാണ് തന്നിരുന്നത്, ഇതിപ്പം വേറൊരു രീതിയിലാണ് തന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്
ഇതുമായിട്ട് ഭാഗമായിട്ടിട്ട് നമുക്ക് എൻട്രോപ്പി ചേഞ്ച് ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനും ചോദിക്കും. അപ്പം നിങ്ങൾ സ്റ്റാഗ്നേഷൻ പ്രഷേഴ്സ് കണ്ടുപിടിച്ചിട്ട് വേണം ആ എൻട്രോപ്പി ചേഞ്ച് എന്ത് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ 2 കാര്യങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ വായിച്ച് ചെയ്തുകൊണ്ടാണ് വാട്ട് ഈസ് ദ മാക് നമ്പർ അറ്റ് ദ സെക്ഷൻ ഇഫ് ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് എയർ ഇറ്റ് എൻറ്റേഴ്സ് ദ ഡക്റ്റ് അറ്റ് മാക് നമ്പർ M1 തന്നിട്ടുണ്ട്. M1 ഈസ് ഈക്വൽ ടു 0.16. നേരത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. M2 കണ്ടുപിടിച്ചാൽ മാത്രം മതി. യു ക്യാൻ സിംപ്ലി ഫൈൻഡ് M2. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യാം. ഇപ്പോൾ P1 P2 ഒക്കെ തന്നിട്ട് P1 T1 ഒക്കെ തന്നിട്ട് P2 T2 ഒക്കെ കണ്ടുപിടിക്കാനും ലെങ്ത് ഓഫ് ദ P കണ്ടുപിടിക്കാനും എല്ലാം ചോദിക്കാം. അത് ഡിപ്പെൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റി എന്താണ് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് ഈ എൻട്രോപ്പി ചേഞ്ചിൻ്റെ കൺസെപ്റ്റാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ 2 ക്വസ്റ്റ്യൻസും കൂടെ പെട്ടെന്ന് ഇരിക്കുകയാണെങ്കിൽ ഒറ്റ വീഡിയോ തീർന്നത്. എ 3.5 meter ലോങ് വെൽ ഇൻസുലേറ്റഡ് ഡക്ട്, ഇതും പെട്ടെന്ന് തീർക്കാൻ. ഡയമീറ്റർ 50 mm ആൻഡ് ആവറേജ് ഫ്രിക്ഷൻ കോയിഫിഷ്യൻ്റ് ഈസ് കണക്റ്റഡ് ടു എ ഫ്രിക്ഷൻലെസ് ബെൽറ്റ് മൗത്ത് എൻട്രൻസ്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, ഒരു ഫ്രിക്ഷൻലെസ് ബെൽറ്റ് മൗത്ത് എൻട്രൻസിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൗത്ത് എൻട്രൻസ് എയർ അറ്റ് 100 kPa 300 ഈസ് ഡ്രോൺ ത്രൂ ദ എൻട്രൻസ്. അതായത് ഇതിൻ്റെ എൻട്രൻസിലേക്ക് ഇത് എൻട്രൻസ് വഴി ഇങ്ങോട്ട് ഡ്രോൺ ചെയ്യുന്നു. അതിൻ്റെ എയർ ഡ്രോൺ ചെയ്യുമ്പോൾ അവിടുത്തെ എയറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് 110 kPa ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 Kelvin. നിങ്ങൾ ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു റിസർവോയർ കണ്ടീഷനാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇതിപ്പോൾ സെക്ഷൻ 1 എന്ന് എടുക്കാനേ പറ്റൂ. ഇതിൻ്റെ എക്സിറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 2 ആയിട്ട് എടുക്കാം. ഫൈൻഡ് ദ മാക്സിമം മാസ് ഫ്ലോ റേറ്റ് M ഡോട്ട് കണ്ടുപിടിക്കണം, റോ AV കണ്ടുപിടിക്കണം, ρ1 A1 AV1. ദ ഫ്ലോ ടെമ്പറേച്ചർ അറ്റ് എക്സിറ്റ് ആൻഡ് റേഞ്ച് ഓഫ് എന്താണ് ബാക്ക് പ്രഷർ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ദ ഫ്ലോ. അപ്പോൾ നമുക്ക് പ്രഷേഴ്സിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കണം. അതായത് സ്റ്റാഗ്നേഷൻ ബാക്ക് പ്രഷേഴ്സിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് ദ പ്രഷേഴ്സ്. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ബാക്ക് പ്രഷർ ആണെങ്കിൽ അവിടുത്തെ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത് ബാക്ക് പ്രഷർ എന്ന് പറയുന്നത് ലെസ് ദാൻ P സ്റ്റാർ ആയിരിക്കണം. P സ്റ്റാർ ആയിരുന്നത് മാത്രമേ നമുക്ക് അവിടെ ഫ്ലോ നടക്കത്തുള്ളൂ. കാര്യം നമ്മൾ മാക് നമ്പർ 1 ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ ഫാൻ ഓഫ് ഫ്ലോ ടേബിളിൽ നമ്മൾ മാക് നമ്പർ 1 ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷറാണ് നമ്മൾ P സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലോ മാക് നമ്പർ 1 ആവുന്നതിന് മുമ്പ്, അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ഫ്ലോ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ P എന്ന് പറയുന്ന ബാക്ക് പ്രഷർ ഷുഡ് ബി ഓൾവേസ് ലെസ് ദാൻ എന്തായിരിക്കണം, P സ്റ്റാർ ആയിരിക്കണം. അപ്പോൾ P സ്റ്റാർ എന്ന് പറയുന്ന സാധനമാണ് അവിടെ ബാക്ക് പ്രഷർ ആ ഒരു എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പ്രഷർ കൂടുതലും ഒരു സ്ഥലത്ത് പ്രഷർ കുറവും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫ്ലോ കണ്ടിന്യൂഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ഫ്ലോ അവിടെ ഓഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ആലോചിക്കണം ഈ കണ്ടീഷനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് P സ്റ്റാർ എത്രയെന്ന് കണ്ടുപിടിച്ച് നോക്കുക, അത്രയേ ഉള്ളൂ. P സ്റ്റാർ കണ്ടുപിടിക്കാൻ നമുക്ക് മാർഗ്ഗമുണ്ട്. P സ്റ്റാർ നമ്മുടെ എന്തിലുണ്ട്, ഇലക്ട്രോണിക്സിലുണ്ട്. അപ്പോൾ ഇതിൽ അധികം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ തന്നിരിക്കുന്ന 2 വാല്യൂസ് എന്ന് പറയുന്നത് P01 T01. അപ്പോൾ അത് ആലോചിച്ച് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് ഇവിടെ കിട്ടുന്ന പ്രോപ്പർട്ടീസ് P1 T1 എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് ആണെങ്കിൽ, ആൻഡ് അവിടെ റിസർവോയർ അതായത് ഇപ്പോൾ 3.5 മീറ്റർ ലോങ് വെൽ ഇൻസുലേറ്റഡ് ഡക്ട്. അപ്പോൾ ലെന്ത് എന്ന് പറയുന്നത് 3.5 മീറ്റർ എന്നൊക്കെ തന്നിട്ടുണ്ട്. ഡയമീറ്റർ എന്ന് പറയുന്നത് D ഈസ് ഈക്വൽ ടു 50 mm എന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ആവറേജ് ഫ്രിക്ഷൻ കോയിഫിഷ്യൻറ്റ് F ഈസ് ഈക്വൽ ടു 0.005 എന്നും പറഞ്ഞിട്ടുണ്ട്. ഈസ് കണക്റ്റഡ് ടു എ ഫ്രിക്ഷൻലെസ് ബെൽ മൗത്ത് എൻട്രൻസ് എന്നാണ്. അപ്പോൾ ഇതാണ് ഒരു ഫ്രിക്ഷൻലെസ് ബെൽ മൗത്ത് എൻട്രൻസ് കണ്ടിട്ടുണ്ട്. ആ എയർ അറ്റ് 100 and 300 ഈസ് ഡ്രോൺ ത്രൂ ദ എൻട്രൻസ് ഓഫ് ദ. അപ്പം ഇതിനകത്തുള്ള ഈ ഒരു മൗത്ത് എൻട്രൻസിലുള്ള ഇതിനകത്തുള്ള ഈ ഒരു റിസർവോയിൽ നിന്നിലേക്കാണ് ഈ ഒരു ഡക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഡക്റ്റ് ഈ എയറിനെ ഇതിനകത്തുള്ള എയറിനെ ഇങ്ങോട്ട് ഡ്രോൺ ചെയ്യുകയാണ്. അപ്പോൾ റിസർവോയർ കണ്ടീഷൻ വെലോസിറ്റി 0 കണ്ടീഷൻ, ദാറ്റ് മീൻസ് തന്നിരിക്കുന്ന സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പരിപാടി. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് ഈ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് P1/P01 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും. ഈ P1/P01 എന്ന് പറയുന്ന വാല്യൂ എഴുതാൻ പറ്റുന്നതിന് കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇൻലെറ്റ് മാക് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു കണ്ടീഷൻസും കാര്യങ്ങളുമൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ Lmax/D വെച്ചിട്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് മാക് നമ്പർ ഉണ്ടെങ്കിൽ P1/P01 എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് P1/P01 ബൈ നോയിങ് ദ മാക് നമ്പർ. അപ്പോൾ ഈ മാക് നമ്പർ എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ ഒരു കണ്ടീഷൻ, ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഈ മാക് നമ്പർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇതിലൊരു സെൻറ്റൻസ് ഉള്ളത്. അതായത് ഫൈൻഡ് ദ മാക്സിമം ഫ്ലോ റേറ്റ്. അപ്പോൾ മാക്സിമം ഫ്ലോ റേറ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു മൗത്ത് പീസ് നമ്മളിവിടെ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ മാക്സിമം ഫ്ലോ റേറ്റ് കണ്ടീഷനിൽ അവിടുത്തെ എന്താണ്
ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് ചോക്ക്ഡ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഫ്ലോ ചോക്ക്ഡ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്ലോ ഈ ഒരു മാക്സിമം ഫ്ലോ റേറ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം ഫ്ലോ ഈസ് ചോക്ക്ഡ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഫ്ലോ ചോക്ക്ഡ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എക്സിറ്റ് മാക് നമ്പർ എന്ന് പറയുന്നത് മാക് നമ്പർ വിൽ ബി എക്സിറ്റ് മാക് നമ്പർ എന്ന് പറയുന്നത് 1 ആയി മാറും. അതായത് എക്സിറ്റ് മാക് നമ്പർ 1 ആയി മാറുകയാണെങ്കിൽ ഇവിടെ ലെന്ത് ഓഫ് ദ പൈപ്പ് ഇവിടെ തന്നിരിക്കുന്നത് 3.5 മീറ്റർ ആണ്. അത് മാക്സിമം ലെന്ത് ആയിരിക്കണം. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇവിടെ ലെന്ത് ഓഫ് ദ പൈപ്പ് തന്നിട്ടുണ്ട് L ഈസ് ഈക്വൽ ടു 3.5. ദെയർഫോർ ഇഫ് ദ ഫ്ലോ ഈസ് ചോക്ക്ഡ് L വിൽ ബി ഈക്വൽ ടു L max. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും 4F L max ബൈ D എന്ന് പറയുന്ന വാല്യൂ. അതായത് 4 എന്ന് പറയുന്നത് നമുക്കറിയാം, F എന്ന് പറയുന്നത് 0.005 ഉണ്ട്, ഇൻറ്റു L max എന്ന് പറയുന്നത് 3.5 ആണെങ്കിൽ ഫ്ലോ ചോക്ക്ഡ് ആണെന്നുള്ള അസംഷനിൽ. അപ്പോൾ നമ്മൾ എഴുതി വെക്കണം അസ്യൂമിങ് ദ ഫ്ലോ ഈസ് ചോക്ക്ഡ്. വേറെ ഒന്നുമില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. കാര്യം മാക് നമ്പർ ഉണ്ടെങ്കിലേ P1/P0 വെച്ചിട്ട് ഇവിടെ ആകെ ഉള്ള ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? P0 ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുക്കുന്ന P1/P0 മാത്രം സ്റ്റാഗ്നേഷനും സ്റ്റാറ്റിക്കും തമ്മിലുള്ള റേഷ്യോ എടുക്കാനേ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് മാക് നമ്പർ വേണം എന്തായാലും. അപ്പോൾ മാക് നമ്പർ ഇല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസ്യൂമിങ് മാക്സിമം flow rate and the flow is said to be flow is assumed to be chopped, then the length of the pipe should be maximum. Then we can find the value of 4F L max by B. 4F max by D കണ്ടുപിടിക്കാൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റാ ബുക്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ മാക് നമ്പർ കറസ്പോണ്ടിങ് നോക്കാൻ പറ്റും. അപ്പോൾ അതിൽ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള ഒരു സാധനം 4F L max by D ആണ്. അപ്പോൾ D എന്ന് പറയുന്നത് 0.05 ആണ്. അപ്പോൾ ഇതിനൊരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു 1.4 കിട്ടും. അപ്പോൾ 1.4ന് കറസ്പോണ്ടിങ് മാക് നമ്പർ നോക്കിയാൽ വി വിൽ ബി ഗെറ്റിംഗ് ദ മാക് നമ്പർ അറ്റ് ഇൻലെറ്റ് സെക്ഷൻ. അപ്പോൾ 1.4 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ നോക്കി കഴിയുമ്പോൾ മാക് നമ്പർ 0.46 എന്ന് പറയുന്ന സാധനം കിട്ടി. ദെയർഫോർ വിച്ച് ഈസ് ഈക്വൽ ടു മാക് നമ്പർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി? M1 ഈസ് ഈക്വൽ ടു 0.46 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അപ്പോൾ ഇത് നമുക്ക് 0.46 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ P1/P01 ഇവിടെ നോക്കിയാൽ P1/P0 എന്ന് പറയുന്ന വാല്യൂ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് യു ഹാവ് ടു ഗോ ഇൻ ടു ദി ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ. 1.4 നമുക്ക് വാല്യൂ 0.46 ആണ്. അപ്പോൾ 0.46ന് കറസ്പോണ്ടിങ് P/P0 കിടക്കണുണ്ടോ? അത് ഐസെൻട്രോപിക്കിലേക്ക് കിട്ടത്തുള്ളൂ. എൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്താണ് എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇത് മാത്രം ആലോചിക്കുക. സ്റ്റാറ്റിക്കും സ്റ്റാഗ്നേഷൻ തമ്മിലുള്ള റേഷ്യോ എപ്പോഴും നമ്മൾ എവിടെ നോക്കുക? ഐസെൻട്രോപിക് പോകുക. അത് ഏത് ഫ്ലോ ആയാലും, റിയലേ ആയാലും ഫാനും ആയാലും. അപ്പോൾ 0.865 എന്ന് പറയുന്ന സാധനം തന്നിട്ടുണ്ട്. ഞാൻ ഇത്തിരി സ്പീഡിന് പോവുകയാണ്, അതായത് പോയാലേ തീരൂ. ഇപ്പോൾ വാല്യൂ നമുക്ക് 0.865 എന്ന് കിട്ടി. നമ്മൾ ആ ഒരിക്കലും ഈ ഒരു ഫസ്റ്റ് ഈ ഒരു പാർട്ട് എടുത്ത് വെച്ച് കണ്ടിട്ട് ഇതൊന്നും മനസ്സിലായില്ലെന്ന് പറയരുത്. കാര്യം ഇതിന് മുമ്പുള്ളത് മര്യാദയ്ക്ക് ചെയ്തതിന് ശേഷം CFO പഠിക്കണോ പാർട്ട് 1 മുതൽ തന്നെ പഠിക്കണം. അപ്പോൾ P1/P01 M1 ഈസ് ഈക്വൽ ടു 0.865 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി P01 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P1 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 0.865 ഇൻറ്റു P01 നമുക്ക് എന്ത് കിട്ടും? P1 കിട്ടും. ബാക്കി നിങ്ങൾക്ക് T/T01 അതേപോലെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്കിവിടെ T01 ഉണ്ടല്ലോ. അപ്പോൾ എന്ത് കണ്ടുപിടിക്കാം? T1/T01. ഇതും സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടിയും സ്റ്റാറ്റിക് പ്രോപ്പർട്ടിയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ M1 എന്ന് പറയുന്ന 0.46ന് കറസ്പോണ്ടിങ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ T/T0ക്ക് 0.46ന് കറസ്പോണ്ടിങ് ഒരു വാല്യൂ കിട്ടും 0.959. ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ യു ക്യാൻ ഫൈൻഡ് T1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് T2 കണ്ടുപിടിക്കാം. T2 ഒക്കെ T സ്റ്റാർ ആയിരിക്കും, അങ്ങനെ കണ്ടുപിടിച്ചാലും മതി. T1 കണ്ടുപിടിക്കാം, T2 കണ്ടുപിടിക്കാം, കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. വെലോസിറ്റി അറ്റ് എക്സിറ്റ് കാര്യങ്ങൾ ബാക്കി നിങ്ങളുടെ ഇതിലുണ്ടല്ലോ, ഞാൻ ആ നോട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി അറ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ V സ്റ്റാർ ആണ്. V സ്റ്റാർ എന്ന് പറയുന്നത് A സ്റ്റാർ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു √ ഗാമ R T സ്റ്റാർ ആണ്. അതായത് ഞാൻ പറയേണ്ട കാര്യമില്ല, കാര്യം മാക് നമ്പർ ഈസ് ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് V/A ഈസ് ഈക്വൽ ടു 1 ആണ്. V ഈസ് ഈക്വൽ ടു A ആവും. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ചെയ്യുന്ന ഒരു ഇത് മാത്രമേ എങ്ങനെ ചെയ്തെടുക്കണമെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. നേരത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ബാക്കി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. കൺവേർജൻറ്റ് ഡൈവേർജൻറ്റ് നോസിൽ ഇതൊരു ചെറിയൊരു ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പം നമുക്ക് നോസിൽ എന്ന് പറയുന്ന സാധനം വന്നത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നതാണ്. ഇത്തിരി സമയം എടുത്ത് പറയാല്ലേ, ഇതും കൂടെ കൊണ്ട് നമ്മൾ ഫാൻ ഓഫ് ഫ്ലോ ഫുള്ള് തീർക്കാൻ പോവാണ്. ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത ഒറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ പ്രോബ്ലം മുമ്പ് വരെയുള്ള റെയിലേ തീർക്കും. പിന്നെ അടുത്ത ഇതും കൊണ്ട് റെയിലേയുടെ പ്രോബ്ലംസും തീരും. അപ്പോൾ തീർന്നു സാധനം. അപ്പോൾ ഇത് കൺവേർജൻറ്റ് ഡൈവേർജൻറ്റ് നോസിൽ ഹാവിങ് എ ത്രോട്ട് ഡയമീറ്റർ ഓഫ് 7.5. അപ്പോൾ ഒരു കൺവേർജൻറ്റ് ഡൈവേർജൻറ്റ് നോസിൽ ഞാൻ ഓൾറെഡി എന്ത് ചെയ്ത് വെക്കണം? വരച്ച് വെക്കണം. അപ്പോൾ ഈ നോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഒരു ത്രോട്ട് ഉണ്ടാവും. ത്രോട്ട് T ആണ്. ത്രോട്ടിൻ്റെ ഡയമീറ്റർ 7.5 കോൺസ്റ്റൻ്റ് ഏരിയ. അപ്പോൾ DT എന്ന് പറയുന്നത് 7.5 mm.
സപ്ലൈസ് എയർ ടു ആൻ ഇൻസുലേറ്റഡ് ഡക്റ്റ് ഓഫ് ഡയമീറ്റർ 15. അപ്പോൾ ഇതൊരു ഡക്റ്റിന് എയർ കൊടുക്കുകയാണ്. ഇവിടെ നിന്നൊരു ഡക്റ്റ് ഉണ്ട്, അത് ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ ഇൻസുലേറ്റഡ് ആണെന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് ഫാൻ ഓഫ് ഫ്ലോയുടെ കണ്ടീഷൻസിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ ഈ ഡക്റ്റിൻ്റെ ഇൻലെറ്റ് സെക്ഷൻ 1 എന്നും എക്സിറ്റ് സെക്ഷൻ 2 എന്നും ഞാൻ എടുത്തു. അപ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മുടെ ഈ ഒരു സാധനം ഈ നോസിലിൻ്റെ ഇൻലെറ്റ് സെക്ഷൻ ഞാൻ 0 ഇട്ട് നോട്ട് ചെയ്യാം. അപ്പോൾ നോസിലിൻ്റെ എക്സിറ്റും നമ്മുടെ ഡക്റ്റിൻ്റെ ഇൻലെറ്റും ഒന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അതായത് നോസിലിൻ്റെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഐസെൻട്രോപിക് ഫ്ലോ ആണല്ലോ നോസിലിന് നടക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ നോസിലിൻ്റെ എക്സിറ്റ് കണ്ടുപിടിച്ചാൽ ആ നോസിലിൻ്റെ എക്സിറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഡക്റ്റിൻ്റെ ഇൻലെറ്റ് പ്രോപ്പർട്ടീസ് ഈക്വലാണ്. അത് ആലോചിക്കുക. അപ്പോൾ നോസിൽ വരെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം പ്രോപ്പർട്ടി വേരിയേഷൻസ് എല്ലാം നിങ്ങൾ ഐസെൻട്രോപിക് ഫ്ലോയിലും, നോസിൽ മുതൽ ആ ഡക്റ്റിൻ്റെ ബാക്കി ഭാഗത്തേക്കുള്ള പ്രോപ്പർട്ടി വേരിയേഷൻസ് എല്ലാം നിങ്ങൾ ഏതും ഫാനുമായിട്ടും ചെയ്യണം. രണ്ടും കൂടെ ഒരുമിച്ച് ചോദിച്ചു, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ പോട്ടെ. അപ്പോൾ 7.5 മീറ്റർ എയർ ടു ആൻ ഇൻസുലേറ്റഡ് ഡക്റ്റ് ഓഫ് ഡയമീറ്റർ 15 മില്ലിമീറ്റർ. അപ്പോൾ ഡക്റ്റിൻ്റെ ഡയമീറ്റർ ഡി എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ലെറ്റർ ഡി എന്ന് പറയുന്നത് 15 മില്ലിമീറ്റർ ആണ്. The stagnation properties of air at entry to the nozzle are, അപ്പം എൻട്രി ടു ദ നോസിലാണ്. അപ്പോൾ P0 ഈസ് ഈക്വൽ ടു 7.5 ബാർ ആൻഡ് T0 ഈസ് ഈക്വൽ ടു 300 കെൽവിൻ. ദ ഫ്ലോ ത്രൂ ദ നോസിൽ ഈസ് ഐസെൻട്രോപിക്. ദ മീൻ ഫ്രിക്ഷൻ ഫാക്ടർ ഫോർ ദ ഡക്റ്റ് ഈസ്, അതായത് എഫിൻ്റെ വാല്യൂ 0.005 എന്ന് തന്നിട്ടുണ്ട്. Calculate the maximum length of the duct that can be provided without any discontinuity in the nozzle or duct. അപ്പോൾ മാക്സിമം ലെന്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം ലെന്ത് ഓഫ് ദ എന്ന് പറയുമ്പോൾ ഈ 2 എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാറിന് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ലെന്ത് എന്ന് പറയുന്നത് മാക്സിമം ലെന്ത് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ പി എന്ന് പറയുന്നത് പി സ്റ്റാർ ആണ്, P2. T2 എന്ന് പറയുന്നത് എന്താണ്? T സ്റ്റാർ ആണ്. നമ്മൾ ആലോചിച്ചുള്ള റൈറ്റ് നമ്പർ 1 ആവുന്നു. ഫൈൻഡ് ദ കണ്ടീഷൻ ഓഫ് എയർ അറ്റ് എക്സിറ്റ് ഫോർ ദ ഡക്റ്റ് ലെന്ത്. അതായത് പി സ്റ്റാറും ടി സ്റ്റാറും കണ്ടുപിടിക്കണം. പിന്നെ എന്താണ്? കാൽക്കുലേറ്റ് ദ മാക്സിമം ലെന്ത് ഓഫ് ദ, അപ്പോൾ എൽ മാക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെല്ലാം കാര്യങ്ങളും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന ഇവിടുത്തെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എപ്പോഴും ഐസെൻട്രോപിക് ഫ്ലോയിൽ ഇവിടെ നിന്ന് ഇതുവരെ ഐസെൻട്രോപിക് ഫ്ലോ ആയതുകൊണ്ട് ഇവിടുത്തെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടിയൊക്കെ ഈക്വൽ ആണ് നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യാം, അറിയാം. അത് കാര്യം ആലോചിച്ചോളണം. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നോക്കേണ്ട ഒരു കാര്യത്തിൽ നമുക്കിവിടെ വേണ്ട ഒരു സാധനം, ഇവിടെ ത്രോട്ട് മുതൽ ഇതുവരെയുള്ള ഫ്ലോ ഞാൻ കൺസിഡർ ചെയ്യണം. ത്രോട്ട് മുതൽ, കാര്യം ത്രോട്ടിൻ്റെ ഏരിയ ഡയമീറ്റർ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ത്രോട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി AT is equal to pi dt²/4 ചെയ്താൽ മതിയല്ലോ. അതേപോലെ ഈ നോസിലിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡക്റ്റിൻ്റെ ഡയമീറ്റർ വന്ന് കയറിയല്ലേ. അപ്പോൾ ഈ എക്സിറ്റ് ഏരിയ എന്ന് പറയുന്നത് A1 എന്ന് പറയുന്നത് ഈ ഏരിയ അറ്റ് 1, A1 എന്ന് പറയുന്നത് ഏറ്റവും ഈക്വലാണ്. പക്ഷേ A1 എന്ന് പറയുന്നത് ATയിൽ നിന്ന് വലിയ ഏരിയ. A1 എന്ന് പറയുന്നത് pi d²/4 അല്ലേ. കണ്ട ഈ രണ്ട് ഏരിയാസ് കണ്ട നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. നോസിൽ 2 ഏരിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് മാക് നമ്പർ എക്സിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും ആണല്ലോ. ഇതാണ് അവിടുത്തെ കണ്ടീഷൻ. അതായത് AT ബൈ എന്ത് കണ്ടുപിടിക്കുക, A1 എഴുതുക. നമുക്കൊരു വാല്യൂ കിട്ടും. ഇന്ന് ഡയമീറ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ AT ബൈ വിച്ച് ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ബാക്കി നിങ്ങൾക്ക് ഐസെൻട്രോപിക് ഫ്ലോ ടേബിളിൽ അറിയാമല്ലോ. ഐസെൻട്രോപിക് ഫ്ലോ ടേബിളിൽ എങ്ങനെ അറിയാം? AT ബൈ നമുക്ക് എന്താണ് A/A ഐസെൻട്രോപിക് തന്നെ എടുത്ത് വെച്ചേക്കുന്നത്. A/A നടക്കില്ലേ. അപ്പോൾ AT ബൈ A സ്റ്റാർ ഡിവൈഡഡ് ബൈ A1 ബൈ A സ്റ്റാർ. ഇത് അറ്റ് മാക് നമ്പർ എന്താണ് M ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും എപ്പോഴും. അതാലോചിച്ചോളൂ. ത്രോട്ടിൽ മാക് നമ്പർ എന്താണ്? MT ഈസ് ഈക്വൽ ടു 1. അത് നമുക്ക് തരേണ്ട കാര്യമില്ല. A1 എന്ന് പറയുന്നത് എത്രയാണ്? മാക് നമ്പർ എനിക്ക് അറിഞ്ഞൂടാ, M1 എനിക്ക് അറിഞ്ഞൂടാ. വിച്ച് ഇസ് ഈക്വൽ ടു AT ബൈ A സ്റ്റാർ, AT ബൈ A1 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഇത് 4 എന്നുണ്ട്. ഇതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് AT ബൈ A സ്റ്റാർ, A ബൈ A സ്റ്റാർ അറ്റ് മാക് നമ്പർ 1 നോക്കിയാൽ മതി. മാക് നമ്പർ 1 ആവുന്ന കണ്ടീഷനിൽ A ബൈ A സ്റ്റാറിൻ്റെ വാല്യൂ 1 ആയിരിക്കും. നിങ്ങൾക്ക് പിന്നെ അറിയാം. A സ്റ്റാറും AT എന്ന് പറഞ്ഞാൽ എന്താണ്? A സ്റ്റാർ എന്ന് പറഞ്ഞാൽ മാക് നമ്പർ 1 ആവുന്ന സ്ഥലത്തെയാണ്. അപ്പോൾ അതെന്താണ്? 1 ആയിട്ട് പോയി. അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? A1 ബൈ A സ്റ്റാർ അറ്റ് മാക് നമ്പർ M1 കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വി ക്യാൻ ഫൈൻഡ് M1. ഇത് ഞാൻ ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമല്ല. M1 നമുക്ക് കണ്ടുപിടിക്കാം. M1 കിട്ടിക്കഴിഞ്ഞാൽ M1 അറിയാമെങ്കിൽ L മാക്സ് കണ്ടുപിടിച്ചുകൂടെ. ഇനി ഇങ്ങോട്ട് എന്താണ്? ഇവിടെ നമുക്ക് M1 കിട്ടിക്കഴിഞ്ഞു.
M1 ഈസ് ഈക്വൽ ടു നോക്കട്ടെ 2.94 എന്നിട്ട് M1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫാൻ ഓഫ് ഫ്ലോയിലേ പോകാം, വേറെ അങ്ങ് എടുത്തിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കരുത്. പിന്നെ Lmax കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 4f Lmax/d. അത് മാക് നമ്പർ M1 നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 4f Lmax ഇവിടെ ഒരു വാല്യൂ കിട്ടും. അവിടെ നമുക്ക് എന്ത് കിട്ടാം, കണ്ടുപിടിക്കാം, Lmax കണ്ടുപിടിക്കാം. Lmax കിട്ടി. പിന്നെ ഫൈൻഡ് ദ കണ്ടീഷൻ ഓഫ് എയർ അറ്റ് എക്സിറ്റ് കണ്ടീഷൻസ് കണ്ടുപിടിക്കണം. എക്സിറ്റ് കണ്ടീഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ P01 P0 വന്നിട്ടുണ്ട്. P0 ഈക്വൽ ടു P01 ആണ്. ഇത് എക്സിറ്റും കൂടെ ഞാൻ പറഞ്ഞു പോയേ. എക്സിറ്റ് കണ്ടീഷൻസ് എങ്ങനെ കണ്ടുപിടിക്കും, നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. നമ്മുടെ ഐസെൻട്രോപിക് ഫ്ലോയിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വലാണ്, സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി പോലെ. പക്ഷേ ഫാൻ ഓഫ് ഫ്ലോയിൽ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി മാത്രമേ നമുക്ക് കോൺസ്റ്റന്റ് പറയാൻ പറ്റൂ, പ്രഷർ വ്യത്യാസമാണ്. അപ്പോൾ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട് P0. P0 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു P01. ഇതല്ല P01, ഇത് P01. P01 എത്രയെന്ന് തന്നിട്ടുണ്ട്, 7.5 ബാർ. അതേപോലെ ടെമ്പറേച്ചർ T0 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, T0. അതായത് ഇവിടെ നിന്ന് ഇതുവരെ ഐസെൻട്രോപിക് ഫ്ലോ ആണ്. ഐസെൻട്രോപിക് ഫ്ലോയിൽ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് റിമെയിൻസ് കോൺസ്റ്റന്റ്, ദെയർഫോർ T01 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാൻ 3. ഇതെന്ന് പറഞ്ഞു തുടങ്ങി നേരത്തെ കണ്ടതൊക്കെ പോയി കണ്ടിട്ട് വന്നിട്ട് ഇതിൽ കയറാവും, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവും. T0 ഈക്വൽ ടു T01 ഈസ് ഈക്വൽ ടു 300 Kelvin. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് P0 ഉണ്ട്, T0 ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ സിംപ്ലി ഫൈൻഡ് എന്താണ്. പിന്നെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും, നമുക്കറിയാം. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, T01 T0. അതായത് സ്റ്റാഗ്നേഷൻ എന്താൽപ്പിയും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്, പക്ഷേ സ്റ്റാഗ്നേഷൻ പ്രഷർ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ എക്സിറ്റ് T* ആയതുകൊണ്ട് നമുക്ക് T02 എന്താണ് ഇതിന് ഈക്വൽ ആണെന്ന് പറയാം, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. നമുക്ക് എന്ത് വേണ്ടത്, സ്റ്റാഗ്നേഷൻ പ്രഷർ അറ്റ് എക്സിറ്റ് വേണോ എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എങ്ങനെ, നമുക്ക് മിസ്സിംഗ് പ്രോപ്പർട്ടീസ് P02 കണ്ടുപിടിക്കാം. P02 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ P0/P0* കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൽ നിന്ന് നമുക്ക് P01 ഉണ്ട്, നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, P01 നിന്ന് നമുക്ക് P02 എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാം. P01 അറിയാവുന്നതുകൊണ്ട് P02 കണ്ടുപിടിക്കാനായിട്ട് പറ്റും. P02 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. P02 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, P0* ആണ്. അപ്പോൾ ആലോചിച്ചോളാം, P02 ഈസ് ഈക്വൽ ടു P0* ആണ്. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. P0* എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന സാധനം ആണല്ലോ. അപ്പോൾ P0* P1 വെച്ച് കണ്ടുപിടിക്കാം. നമുക്ക് P01 ഉണ്ടല്ലോ, P01/P0* കണ്ടുപിടിക്കാൻ എങ്ങും പോകണ്ട, മാക് നമ്പർ M1 നോക്കിയാൽ മതി. കാര്യം M1 നമുക്ക് തന്നിട്ടുണ്ട്, നമുക്കുണ്ട്. ഇപ്പോൾ M1 കറസ്പോണ്ടിങ് ഇവിടെ ഒരു വാല്യൂ കിട്ടും. ഇവിടെ നമുക്ക് P01 ഉള്ളതുകൊണ്ട് എന്ത് കിട്ടും, P0* കണ്ടുപിടിക്കാം. ഇനി അടുത്ത ഇവിടുത്തെ എക്സിറ്റ് P0 കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ്, P02/P0* എന്ന് എഴുതും. മറ്റേ മാക് നമ്പർ M2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതിനൊരു വാല്യൂ ഉണ്ട്, M2 1 ആയതുകൊണ്ട് ഇതിനൊരു വാല്യൂ ഉണ്ട്. ഇനി P0* ഇവിടെ നമുക്കിവിടെ കിട്ടി, ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ക്യാൻ ഫൈൻഡ് P02. ഇത് ഞാൻ വളരെ എളുപ്പത്തിൽ പറയുന്നത്, ഭയങ്കര പെട്ടെന്ന് പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ വാല്യൂസ് ആണ്. ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തതാണ്. നിങ്ങൾ അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കുക. അധികം ഞാൻ ചുമ്മാ ഇരുന്ന് എഴുതി സമയം കളയാത്തതാണ്. കാര്യം ഈ 30 മിനിറ്റ് കൊണ്ട് എഴുതാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇത്രയും സംഭവമാണ്.